ഇന്നത്തെ എൻ്റെ യാത്ര മുതലപ്പുഴയിലോട്ടാണ്. തിരുവനന്തപുരത്തു നിന്നും തീരദേശ റോഡിലൂടെ പേളി പെരുമാതുറ വഴി സഞ്ചരിച്ചാൽ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് മുതലപ്പുഴി. ഇതാണ് മുതലപ്പുഴി പെരുമാതുറ പാലം. ഇന്ന് പക്ഷേ ഒരു പണിമുടക്കായിരുന്നത് കൊണ്ട് വലിയ തിരക്കുകളൊന്നും കാണാനില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് പെരുമാതുറ പാലത്തിന് മുകളിലാണ്. എൻ്റെ ഈ സൈഡിൽ കായലാണ്, എൻ്റെ ബാക്കിൽ ഇപ്പം നിങ്ങൾ കാണുന്നത് കായലാണ്. പക്ഷേ ഈ സൈഡിൽ കടലുമാണ്. അതാണ് ഈ മുതലപ്പുഴി എന്ന് പറയുന്നത്. കായലും കടലും തമ്മിൽ ചേരുന്ന സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് അപ്പുറത്തോടൊന്ന് പോകാം. ഈ കാണുന്നത് കടലാണ്. ഇതാണ് പൊഴി. കായലും കടലും തമ്മിൽ ചേരുന്ന പൊഴി ഇതാണ്. മുതലപ്പുഴി എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ പുലിമുട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ഈ പുലിമുട്ടിലൂടെ അങ്ങറ്റം വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇതിലൂടെ ഒരു ബീച്ചുണ്ട്. ഏറ്റവും ക്ലീനായിട്ടുള്ളൊരു ബീച്ചാണ്. നമുക്കപ്പം ഈ പാലത്തെ കൂടെ തന്നെ കടന്ന് നമുക്ക് ഈ പുലിമുട്ടിൻ്റെ അവിടെ എത്തണം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ കണ്ട നേരത്തെ നിന്ന പാലത്തിൻ്റെ താഴെയുള്ള സ്ഥലത്തോട് ഞാനിപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ട പാലം. ഇനി നമുക്ക് പോകേണ്ടത് ഇതിലെയാണ്. ഇവിടെയാണ് വണ്ടികളെല്ലാം പാർക്ക് ചെയ്യുന്നത്. ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അത് ആ ഹാർബറിൻ്റെ അതുവഴി ഈ പാലത്തിൻ്റെ താഴെ കൂടെ വന്നിട്ട് വേണം ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുവാൻ. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഒരു ചെറിയൊരു കുന്ന് കയറി വരുന്നത് ഈ കുന്ന് നേരെ ഇറങ്ങി ചെല്ലുന്നത് ബീച്ചിലോട്ടാണ്. മനോഹരമായ ബീച്ച്. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. വളരെ മനോഹരമായ ഒരു ബീച്ചാണ്. ഈ ബീച്ചിൻ്റെ പ്രത്യേകത ഇവിടെ അധികം വേസ്റ്റ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെ, മാലിന്യങ്ങൾ ഒരുപാട് അടിഞ്ഞുകൂടിയിട്ടില്ല ഈ ബീച്ചിൽ എന്നത് തന്നെയാണ് ഈ ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കേട്ടോ, പുലിമുട്ടിൻ്റെ അങ്ങേ അറ്റത്തോട്ട് അങ്ങോട്ട് നടന്നു പോകാനുള്ളൊരു ശ്രമമാണ്. അപ്പോൾ ഈ ബീച്ചിൽ നിന്ന് ഈ പാറയിൽ കൂടെ കയറി എൻ്റെ മുകളിലോട്ട് കയറാം. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഈ പുലിമുട്ടി കൂടി അങ്ങോട്ട് നടക്കുവാനുള്ളൊരു ശ്രമമാണ് ഞാൻ. പക്ഷേ രസകരമായ കാര്യം, ഇതിൻ്റെയൊക്കെ ഇവിടെ ആളുകൾ മീൻ പിടിക്കാൻ വേണ്ടി പല തരത്തിലുള്ള ചൂണ്ടകളുമായിട്ട് ഇട്ടിരിപ്പുണ്ട്. സാധാരണ പ്ലാസ്റ്റിക് ചരടിലുള്ള ചൂണ്ട മുതൽ ഹൈ പ്രൊഫഷണലായിട്ടുള്ള മീൻപിടുത്തക്കാർ വരെ ഇവിടെ ഉണ്ട്. രസമാണ്. വൈകുന്നേരം ഒരു നേരം പോക്കിനുമൊക്കെ ആയിട്ട് ഇവിടെ വന്നത് കുറേ നേരം ചൂണ്ടയൊക്കെ ഇട്ട് മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും അത് രസമാണ്. കടൽക്കാറ്റൊക്കെ ഇട്ട് കുറച്ചവരൊക്കെ ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് പറയുന്നത്. വൈകുന്നേരം ഒക്കെ ആവും അല്ലേ? സ്ഥിരമായിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഇടാറുണ്ടോ? വരും. എവിടെ അപ്പം വീട് എവിടാ? അടുത്ത് പേരുക്കടന്നാണ് ഇവിടെ വരുന്നതിന് വേണ്ടി. ആ ഓ, നിങ്ങൾ എല്ലാവരുടെ കൂടി. ആ, ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്.
നല്ല കടൽക്കാറ്റൊക്കെ ആയിട്ട് എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇന്ന് വലിയ തിരക്കില്ല. അപ്പോൾ ഇവിടുന്ന് ബൈ പറയുകയാണ്. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്തു നിന്ന് നേരെ വേളി പെരുമാതുറ വഴി നല്ല വഴിയാണ്. ഒരു ദിവസം ഇവിടെ ഫാമിലിയായിട്ട് വന്നോ, ഒറ്റയ്ക്കോ കമിതാക്കളോ എങ്ങനെ വേണമെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം.